ആദീസ് ന്യൂട്രിക്കോവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെയധികം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കാലറി ഡെഫിസിറ്റ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ട്രെയിനേഴ്സ് ആണെങ്കിലും ഡയറ്റീഷ്യൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് ഈ കാലറി ഡെഫിസിറ്റ് ഡയറ്റ്. ശരിക്കും കാലറിയും ന്യൂട്രീഷനും വന്നു കഴിഞ്ഞാൽ ഏതാണ് വെയിറ്റ് ലോസിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാര്യം വെയിറ്റ് ലോസിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഊർജ്ജം വേണം അല്ലെ? ഒരു ലോ കാലറി ഡയറ്റ്, അതായത് കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ഊർജ്ജം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ചിലവായി പോകുന്നു അല്ലെ? അപ്പൊ ഇതാണ് അതിന്റെ ബേസിക് തിങ് എന്ന് പറയുന്നത്. ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് എടുക്കുക എന്നുള്ളതിന്റെ ബേസിക് ഇതാണ്. ആദ്യം തന്നെ എന്താണ് ഈ കാലറി? കാലറി എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. നമ്മളിപ്പോ വെയിറ്റിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം അല്ലെങ്കിൽ kg എന്ന് പറയുന്നത്. 60 kg എന്ന് പറഞ്ഞാൽ അത് തൂക്കത്തിന്റെ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ കാലറി എന്ന് പറയുന്നത് ഊർജത്തിന്റെ യൂണിറ്റ് ആണ്. സോ നമുക്ക് ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് വണ്ണം കുറയാൻ വേണ്ടി മാത്രമല്ല. ഈ ഊർജ്ജം എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാനും നമുക്ക് ചിന്തിക്കാനും നമുക്ക് നടക്കാനും ഓടാനും എല്ലാത്തിനും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഈ ഊർജ്ജം എന്ന് പറയുന്നത്. സോ അതിന്റെ യൂണിറ്റ് ആണ് കാലറി. അപ്പോൾ എന്താണ് ഈ കാലറി ഡെഫിസിറ്റ് ഡയറ്റ്? കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് 1500 കിലോ കാലറി വേണ്ട ഒരാൾ, അതായത് ഒരാളുടെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളുടെ ബോഡി വെയിറ്റും അയാളുടെ വർക്കിംഗ് സ്റ്റൈലും ഒക്കെ വെച്ചിട്ടാണ്. വർക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അയാൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണോ, അതായത് സെഡൻഡറി ആണോ, അതോ ചെറുതായിട്ടൊരു മൂവ്മെന്റ് ഒക്കെ ഉള്ള ആളാണോ, ഒരു മോഡറേറ്റ് ലൈഫ് സ്റ്റൈൽ ഉള്ള ആളാണോ, അതോ ഹെവി വർക്കർ ആണോ, അതായത് ഒരുപാട് പണിപ്പെട്ട് കല്ലടിച്ചു പൊട്ടിക്കലും അല്ലെങ്കിൽ അങ്ങനെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണോ, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അയാളുടെ കാലറി ഇൻടേക്ക് പ്ലാൻ ചെയ്യുന്നത്. സോ ഈ കാലറി, അതായത് 1500 കിലോ കാലറി വേണ്ട ഒരാള് ഒരു 300 മുതൽ 500 വരെ കാലറി കുറച്ച് കഴിക്കുമ്പോൾ, അതായത് 1500 കാലറി വേണ്ട ആള് 1000 കാലറി എടുക്കുന്ന സമയത്ത് അവിടെയാണ് ഈ കാലറി ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ 1500 വേണ്ട ആള് 1000 കാലറി എടുക്കാണ്. ഈ 1000 കാലറിക്ക് പുള്ളി ഡെയിലി ബേസിൽ പിസയും ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ആവണ്ടേ? അവിടെയല്ലേ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? കാലറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കാലറി കുറഞ്ഞ ഭക്ഷണം എടുക്കാം. അത് കറക്റ്റ് ആണോ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 500 കിലോ കാലറീസിന്റെ ഫ്രഞ്ച് ഫ്രൈസും ബർഗറും ഉണ്ട്. അതേ 500 കാലറീസ് ആണ് ഗ്രിൽഡ് ചിക്കനും വെജിറ്റബിൾസിനും. അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. കാലറീസ് എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വെറും നമ്പേഴ്സ് ആണ്. ഈ കാലറി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിലാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഫ്രഞ്ച് ഫ്രൈസും ബർഗറും 500 കാലറീസ് ആണ്. ഈ ഫ്രഞ്ച് ഫ്രൈസും ബർഗറിലെയും കാലറി വരുന്നത് ഹൈ ഫാറ്റിൽ നിന്നും ഹൈ റിഫൈൻഡ് കാർബിൽ നിന്നും ലോ പ്രോട്ടീനിൽ നിന്നുമാണ്. അതേസമയം ഗ്രിൽഡ് ചിക്കനും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഹൈ പ്രോട്ടീനിൽ നിന്നും ഹൈ ഫൈബറിൽ നിന്നും ഹൈ കോംപ്ലക്സ് കാർബിൽ നിന്നുമാണ് ഈ പറഞ്ഞ 500 കാലറീസ് കിട്ടുന്നത്. സോ ഇവിടെയാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ വളരെ എളുപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറയാം. കുറേയധികം പേര് ഡയറ്റ് കാര്യമായിട്ട് നോക്കിയിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പാണ്, ഭയങ്കര ക്രേവിങ്സ് ആണ്. ഇത് പൂവർ ഡയറ്റിന്റെ ഫലമാണ്. അതായത് വളരെ മോശമായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ ക്രേവിങ്സ് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ ഇൻടേക്ക് ഒന്നും ധാരാളമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രേവിങ്സ് നമുക്ക് കൂടുതലായിട്ട് തോന്നാം. അതിന്റെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസ് ഫീൽ ചെയ്യുക, ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക. ഡയറ്റ് എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക. പക്ഷെ ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടുമ്പോഴും ഇവർക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട്. അതിന്റെ കാരണം ലോ പ്രോട്ടീൻ ഭക്ഷണം എടുക്കുമ്പോൾ നമ്മൾക്ക് മസിൽ ലോസ് സംഭവിക്കുന്നു. മസിൽ ലോസ് ഇവര് വെയിറ്റ് ലോസ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും ശരീരത്തിൽ വളരെ മോശമായിട്ടൊരു അവസ്ഥയിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ക്ഷീണമുണ്ടെങ്കിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ക്രേവിങ്സ് ഉണ്ടെങ്കിലും മസിൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് തങ്ങൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഡയറ്റ് ഫോളോ ചെയ്യാനും പിന്നീട് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതയാണ് നമ്മൾ തന്നെ ഈ ഒരു പൂവർ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു പൂവർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത്, പൂവർ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പോഷക ഗുണങ്ങളും ഇല്ലാത്ത ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ ഉറക്കക്കുറവ് ഉണ്ടാവാം, ക്രേവിങ്സ് ഉണ്ടാവാം, ക്ഷീണമുണ്ടാവാം. അതായത് മൊത്തത്തിൽ ഒരു തരത്തിലുള്ള പോഷക ഗുണങ്ങളും ഇല്ലാത്ത ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ. ഇതേ സാധനമാണ് ഞാൻ പറഞ്ഞത്, പ്രോട്ടീൻ എടുക്കാതെ കുറയുമ്പോൾ, ലോ പ്രോട്ടീൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് മസിൽ ലോസ് ഉണ്ടാവാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, കാലറി മാത്രം നോക്കിയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കാലറി വഴി അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാം,
പക്ഷേ ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് എത്ര നന്നായി, അവർക്ക് എത്ര ഹെൽത്തി ആയിട്ട്, എത്ര ആരോഗ്യകരമായിട്ട് അവർക്ക് ആ വെയിറ്റ് ലോസ് ചെയ്തെന്നുള്ളത് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വെറുതെ ജസ്റ്റ് കാലറീസ് 400 കാലറീസ് ഞാൻ കഴിച്ചുള്ളൂ, ആ കഴിച്ചത് ഞാനൊരു ബർഗറാണ് എന്ന് പറയുമ്പോൾ അവർക്ക് കാലറി കുറവാണ്, പക്ഷെ അവർക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത് ഹെൽത്തി വെയിറ്റ് ലോസ് അല്ല. സോ ഒരു പ്രോപ്പർ ഡയറ്റ് എടുത്ത്, പ്രോപ്പർ ഒരു ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുത്ത് ഫോളോ ചെയ്തവർക്ക് അത്രയും ആരോഗ്യകരമായിട്ട് അവർക്ക് അവരുടെ ശരീരത്തിന് എല്ലാ മെച്ചവും അനുഭവപ്പെട്ടിട്ടായിരിക്കും ആ ഒരു വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്ക് കൃത്യമായിട്ട് ഊർജ്ജം തരുന്ന 3 ആൾക്കാരാണ് മാക്രോസ് ആണ്, മാക്രോ ന്യൂട്രിയൻസ് ആണ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ ആണ് മസിൽ റിപ്പയർ മൊത്തം ചെയ്യുന്നതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾ സെറ്റൈറ്റി ഫീൽ ചെയ്യും. നമ്മുടെ വയറ് ഫുള്ളാണ് എന്ന് തോന്നിപ്പിക്കുന്നത് ഈ പ്രോട്ടീൻ ആണ്. പ്രോപ്പർ ആയിട്ടുള്ള പ്രോട്ടീൻ എടുത്തിട്ടാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മസിൽ മാസിനെ അത് പ്രിസർവ് ചെയ്യും. സോ നമുക്ക് ബോഡി ടോൺ ആയിട്ട് കിട്ടും. അതാണ് നമ്മൾ പ്രോട്ടീൻ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം. അടുത്തത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം തരുന്ന ഒരു മൈക്രോ ന്യൂട്രിയന്റ് ആണ്. സോ കാർബോഹൈഡ്രേറ്റ് മൊത്തം കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞ ക്ഷീണം ഉണ്ടാകുന്നത് ഈ കാർബോഹൈഡ്രേറ്റ് പ്രോപ്പർ ആയിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. കാർബോഹൈഡ്രേറ്റിൽ തന്നെ നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് തവിടുള്ള ധാന്യങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. സോ അതെല്ലാം നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. അടുത്ത വില്ലൻ എന്ന് നമ്മൾ കരുതിയിട്ടുള്ള ആളാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കൊഴുപ്പ് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബ്രെയിനിന്റെ ഹെൽത്തിനും നമ്മുടെ ഹോർമോൺ ബാലൻസിനും എല്ലാം വേണ്ട ആളാണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത്. സ്കിന്നിന് വേണമെന്ന് പറയുന്നതിന് കാരണം ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്, അതായത് വൈറ്റമിൻ ഇ തുടങ്ങിയിട്ടുള്ള ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒക്കെ അബ്സോർബ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊഴുപ്പ് വേണം. സോ നമ്മൾ കൊഴുപ്പ് മൊത്തത്തിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് പ്രശ്നം ഉണ്ടാകാം, പല്ലിന് പ്രശ്നം ഉണ്ടാകാം, മുടിക്ക് പ്രശ്നം ഉണ്ടാകാം. ഇതെല്ലാം നമ്മളെ വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ട് കൊഴുപ്പ് കട്ട് ചെയ്യുമ്പോൾ നമ്മളെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ കൊഴുപ്പ് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മുൻപ് പറഞ്ഞു മൂഡ് സ്വിങ്സ് ഉണ്ടാവാം, കാരണം കൊഴുപ്പ് മൊത്തത്തിൽ ഒഴിവാക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ ആരുമില്ല. സോ തീർച്ചയായിട്ടും മൂഡ് സ്വിങ്സ് ഉണ്ടാവാം. അതേപോലെ തന്നെ ബ്രെയിൻ ഹെൽത്ത്, നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഉറങ്ങാനും എല്ലാം നമ്മുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കണം. സോ കൊഴുപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയും അതിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് എടുക്കുന്നത് വഴി ഇവര് നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. ഇവരെ എല്ലാം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ വളരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യും. അടുത്ത ആൾക്കാരാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസും മിനറൽസും ഒക്കെയാണ്. ഈ വൈറ്റമിൻസിനും മിനറൽസിനും നമ്മൾ അധികം ശ്രദ്ധ കൊടുക്കാത്ത കുറച്ച് ആൾക്കാരാണ്. ഞാൻ മുൻപ് പറഞ്ഞ ക്ഷീണം ഉണ്ടാകാം, ഒരു പ്രോപ്പർ ഡയറ്റ് എടുത്തില്ല, കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ഒക്കെ നോക്കുന്നവര് ചുമ്മാ കണക്ക് കൂട്ടിയിട്ട് 500 കാലറി കുറച്ചു, 600 കാലറി കുറച്ചു, ഞാൻ ഒരു നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നവരിൽ ക്ഷീണം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ് അയൺ ഡെഫിഷ്യൻസി. കാരണം ഇരുമ്പ് സത്ത് നമുക്ക് ധാരാളമായിട്ട് വേണ്ട ഒരാളാണ്. സോ നമ്മൾ പ്രോപ്പറായിട്ട് അയൺ ഇൻടേക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ക്ഷീണം അനുഭവപ്പെടാം, അനീമിയ ആയിട്ട് മാറാം, അത് തലകറങ്ങി വീഴാം, ശ്വാസം മുട്ടുണ്ടാവാം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ അയൺ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അടുത്ത ആൾക്കാരാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ബി കോംപ്ലക്സ് വൈറ്റമിൻ B1, B2 അങ്ങനെയുള്ള കുറേയധികം ബി കോംപ്ലക്സ് വൈറ്റമിൻസ്. ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻ ഒഴിവാക്കുന്ന സമയത്ത് ക്ഷീണം അനുഭവപ്പെടാം. ന്യൂറോൺ ഹെൽത്തിനെ, അതായത് നെർവ് ഹെൽത്തിനെ തന്നെ, നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ബ്രെയിൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ നമ്മളുടെ നാഡീ ഞരമ്പുകളുടെ ആരോഗ്യത്തെ ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും കാൽസ്യവും. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവരെ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡിയും കാൽസ്യം ഒക്കെ ധാരാളമായിട്ട് എടുക്കണം. കാരണം നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ എപ്പോഴും ശക്തി വേണം. എല്ലൊക്കെ പെട്ടെന്ന് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ശക്തി കൊടുക്കുന്നത് ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയും കാൽസ്യവുമാണ്. സോ അവരെ പ്രോപ്പറായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റത്തിനെയും നമ്മുടെ പല്ലുകളെയും ഒക്കെ അഫക്ട് ചെയ്യും. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ഒരു അൺഹെൽത്തി വെയിറ്റ് ലോസും ഹെൽത്തി വെയിറ്റ് ലോസിന്റെയും ആ ഒരു എക്സാമ്പിൾ ഞാൻ 2 തരത്തിൽ പറഞ്ഞു തരാം. അതായത് ക്ലയന്റ് എ എന്നും ക്ലയന്റ് ബി എന്നും വെച്ചോളാം. ഈ ഒരു എ ക്ലയന്റ് എന്ന് പറയുന്നത് 1200 കാലറീസ് ആണ് എടുക്കുന്നത്. ഒരു ന്യൂട്രീഷ്യസ് ഫുഡും ഇൻക്ലൂഡ് ചെയ്യാതെ 2 ആഴ്ചയിൽ 4 kg ഈ ക്ലയന്റ് എ കുറച്ചു. ക്ലയന്റ് ബി എന്ന് പറയുന്നത് 1600 കാലറീസ് ആണ് എടുത്തിട്ടുള്ളത്. ഹൈ പ്രോട്ടീനും ഹൈ ഫൈബറും ഹോൾ ഫുഡ് പ്ലാനും ഉണ്ട് ഈ ക്ലയന്റ് ബിയുടെ കയ്യിൽ. സോ അവർ വെയിറ്റ് കുറച്ചിരിക്കുന്നത് 1 മാസത്തിൽ 3 kg ആണ്. ആദ്യത്തെ ക്ലയന്റിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം
എക്സോസ്റ്റഡ് ആണ്, വളരെയധികം ക്ഷീണം, ക്രേവിങ്സ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, ഡെയിലി കോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് ഈ ഒരു ക്ലയന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ നെയിൽസ് ഒടിഞ്ഞു പോകുന്നുണ്ട്, ഹെയർ ഫോൾ കൂടുതലായിട്ടുണ്ട്, മുടി പൊട്ടി പൊട്ടി പോകുന്ന അവസ്ഥ, സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം. അതേപോലെ തന്നെ 1 മന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ ഒരു പോയ വെയിറ്റ് വിത്തിൻ 1 മന്തിൽ തിരിച്ചു വരുന്നു. ഇതാണ് ഇംപ്രോപ്പർ കാലറി ഡെഫിസിറ്റ് ഡയറ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതേസമയം ഒരു ഹെൽത്തി കാലറി ഡെഫിസിറ്റ് ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഏത് കാര്യം എപ്പോൾ കൊടുത്താലും ചെയ്യാനും റെഡി ആയിട്ടുള്ള ആളാണ്. അവർക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, സ്കിന്ന് കുറച്ചും കൂടെ ഷൈനി ആയ പോലെയുണ്ട്, മസിലൊക്കെ ടോൺ ആയി വന്നിട്ടുണ്ട്, ആ പോയ വെയിറ്റ് ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല, അവർക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് സംഭവിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. സോ ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എല്ലാവരുടെ ഇടയിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, ചോറ് നന്നായി കഴിക്കുന്നവരാണ് ഈ തടി വെക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് ആണ് ചോറ് മുഴുവൻ. സോ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തോളൂ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ആളാണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ് ഒരിക്കലും നിങ്ങൾ മൊത്തമായിട്ട് കട്ട് ചെയ്യാനായിട്ട് പാടില്ല. കാലറി ഡെൻസ് ആയിട്ട് നമ്മൾ ഫുഡ് എടുക്കുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് പോയി അടിയുന്നത്. സോ ഏത് കാലറിയാണ്, എങ്ങനെയാണ് കാലറി ചൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റിൽ ഏത് കാർബോഹൈഡ്രേറ്റ് എടുക്കണം, കോംപ്ലക്സ് കാർബ് ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. സോ ഇനി ആരെങ്കിലും ചോറ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് പറയാം അത് തെറ്റാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ്, ഭക്ഷണം നന്നായി കഴിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് കൂടുന്നത്, ഭക്ഷണം കുറച്ചാൽ മതി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. ഭക്ഷണം കൃത്യമായിട്ട് 4 നേരം 3 to 4 ടൈംസ് ഉറപ്പായിട്ടും ഭക്ഷണം കഴിക്കുക. പക്ഷെ എന്ത് കഴിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് കാലറിയാണ്. അത്രയും കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഇത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ്. ഈ ഹൈ കാലറി ഫുഡിൽ പെടുന്നതാണ് നമ്മുടെ അവക്കാഡോ, മുട്ട, നട്ട്സുകൾ, ഇതെല്ലാം തന്നെ ഹൈ കാലറിയാണ്. പക്ഷെ ഇവയെല്ലാം തന്നെ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. സോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. സോ നിങ്ങൾ കാലറിയും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും, വെയിറ്റ് ലോസും ഹെൽത്തി ആയിട്ട് സംഭവിക്കാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് കാലറി ഡെഫിസിറ്റ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് 1500 കാലറി വേണ്ട ഒരാള് പെട്ടെന്ന് 500 കാലറി കട്ട് ചെയ്തിട്ട് 1000 കാലറി മാത്രം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. സോ ആദ്യം ചെയ്യേണ്ടത് ഒരു 10 to 20% ആയിരിക്കണം നിങ്ങളുടെ കാലറി നിങ്ങൾ കുറയ്ക്കാനായിട്ട്. അതായത് ഒരു 1500 കാലറി ആണെങ്കിൽ അതിന്റെ 10% എന്ന് പറയുന്നത് 150 കാലറി ഫസ്റ്റ് കുറയ്ക്കാം. ഒരു ഫസ്റ്റ് വീക്ക് അത്രയും മാത്രം കുറച്ചുകൊണ്ട് ഡയറ്റ് ഫോളോ ചെയ്യാം. രണ്ടാമതായിട്ട് ഈ റിമൈനിങ് കാലറി, അതായത് 150 കാലറി പോയിട്ട് 1350 കാലറിയിൽ നിങ്ങളുടെ പ്ലേറ്റിനെ ബാലൻസ് ചെയ്യുക. കോംപ്ലക്സ് കാർബ്, ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ, ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള കേർഡ്, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളുടെ പ്ലേറ്റ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യും. മൂന്നാമതായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഹോൾ ഫുഡ്, അതായത് ജ്യൂസുകൾ ഒഴിവാക്കാൻ. ഡീറ്റോക്സ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ജ്യൂസുകൾ കുടിക്കും. അങ്ങനെയല്ല, ഹോൾ ഫുഡായിട്ട് എടുക്കുക. അതിൽ കൂടുതലായിട്ടും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാവും. സോ ഒരുപാട് കുറുക്ക് പരുവത്തിൽ അല്ലെങ്കിൽ സെമി സ്മൂത്തി ടൈപ്പിൽ കഴിക്കുന്നതിൽ നല്ലത് ഹോൾ ഫുഡായിട്ട് എടുക്കുന്നതാണ്. സോ എല്ലാ മീൽസും മാക്സിമം ഹോൾ ഫുഡായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് കൃത്യമായിട്ട് ഉറങ്ങുക, അതേപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക. മെയിൻ ആയിട്ട് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കുക. അഞ്ചാമതായിട്ട് നിങ്ങളും ഫുഡും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം. അതിന്റെ പ്രധാന കാരണം ഈ ചുറ്റുമുള്ളവര്, നമ്മളൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ഒരുപാട് സജഷൻസ് ഉണ്ടാവാം. ചോറ് ഒഴിവാക്കിക്കോളൂ, ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നീ ചോറ് ഒഴിവാക്കുക, എന്നാൽ മാത്രമേ നിനക്ക് വെയിറ്റ് ലോസ് ആവുള്ളൂ, ഇത്രയും ചിക്കൻ കഴിക്കരുതേ, ചിക്കൻ കഴിക്കുന്നത് പ്രശ്നമാണ്, മുട്ട കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. ഇതൊക്കെ തെറ്റാണ്. സോ നിങ്ങളും ഫുഡും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം, ഹെൽത്തി ഫുഡും തമ്മിൽ. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് എന്നുള്ള ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മീല് ട്രാക്ക് ചെയ്യാം. നമ്മൾ ഇന്നത് കഴിച്ചു, ഇന്ന ഭക്ഷണമാണ് രാവിലെ കഴിച്ചത്, ഇത്ര കാലറീസ് ആണ് അതിലുണ്ടായിരുന്നത്. ഇപ്പൊ കൂടുതലായിട്ടും ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. സോ നമ്മുടെ ഫുഡ് ഐറ്റം കൊടുത്താൽ തന്നെ അതിന്റെ കാലറി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ എത്ര കാലറി ഞാൻ ഭക്ഷണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളത്തിന്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. 2 ലിറ്റേഴ്സ് ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ കുടിച്ചു തീർത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഹോൾ ഫുഡായിട്ട് കഴിക്കാം. ജ്യൂസ് ഐറ്റംസ് ഒഴിവാക്കാം, സ്മൂത്തീസ് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഹോൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസസ്, പുറത്തുനിന്ന് കിട്ടുന്ന കാർബണേറ്റഡ് ബിവറേജസ് മൊത്തത്തിൽ ഒഴിവാക്കാം. പ്രോട്ടീന്റെ അളവ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം, എത്രത്തോളം പ്രോട്ടീൻ നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുണ്ട്. റിഫൈൻഡ് കാർബ്സ് മൊത്തത്തിൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, കാലറീസ് ആണോ ന്യൂട്രീഷൻ ആണോ? ന്യൂട്രീഷൻ മാറ്റേഴ്സ് അല്ലേ? ന്യൂട്രീഷൻ ആണ് ഇമ്പോർട്ടന്റ്. കാലറി ഡെഫിസിറ്റിൽ തന്നെ ന്യൂട്രീഷൻ ആണ് ഇമ്പോർട്ടൻസ്. കാരണം കാലറീസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പേഴ്സ് ആണ് അല്ലെ. ഈ നമ്പേഴ്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ന്യൂട്രീഷനിൽ നിന്ന് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ ഹെൽത്തി വെയിറ്റ് ലോസും ഒരു ഹെൽത്തി ലൈഫും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വെയിറ്റ് ലോസ് ആയിട്ട് പെട്ടെന്ന് ഉള്ള സഡൻ ഡെത്ത് ഉണ്ടാവുക, പെട്ടെന്ന് വെയിറ്റ് ലോസ്. കഴിഞ്ഞ മാസത്തിൽ മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ 30 കിലോ കുറച്ചു, അല്ലെങ്കിൽ 10 കിലോ കുറച്ചു. അപ്പൊ നമ്മുടെ ലൈഫ് ഹെൽത്തി അല്ല, ഒരിക്കലും ഹെൽത്തി അല്ല. ഹെൽത്തി വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യാൻ ഒന്നും പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് നടക്കാനോ അല്ലെ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എഴുന്നേറ്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് ഉണ്ടാകും. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്